ശൈലിയാണ് പോലും പ്രാർത്ഥന എന്ന് ഞങ്ങൾ പറയൂല. അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു എന്ന് ഞങ്ങൾ പറയൂല. പ്രാർത്ഥന എന്ന പ്രയോഗം മുജാഹിദിന്റെ ശൈലിയാണ്, അത് ഞങ്ങൾ പറയൂല എന്ന് നിങ്ങൾ തട്ടിവിട്ടപ്പോ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ നിങ്ങളതാ അല്ലാഹു അല്ലാത്തവരോടുള്ള തേട്ടത്തെ പ്രാർത്ഥന എന്ന് തന്നെ നിങ്ങൾ വിശേഷിപ്പിച്ചത് സുന്നത്ത് മാസിക വായിച്ചിട്ട് എടുത്തുദ്ധരിച്ചിരുന്നു. കൊട്ടപ്പുറം സംവാദം എന്ന ബുക്കിൽ നിന്ന് വായിച്ചിരുന്നു. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ബുക്കിൽ നിന്ന് വായിച്ചിരുന്നു. സുന്നി വോയിസ് എടുത്തുദ്ധരിച്ചുകൊണ്ട് വായിച്ചിരുന്നു. നിങ്ങൾക്കൊരു വാദമുണ്ടെന്ന് മഹത്തുക്കളോട് തേടുന്നതിന് പ്രാർത്ഥന എന്ന് ഞങ്ങൾ പറയാറില്ല, അത് മൗലവിമാരുടെ ഭാഷയാണ്. മഹാന്മാരോട് ചോദിക്കുന്നതിന് അങ്ങനെ ഒരു പറയാറേ ഇല്ല എന്ന് പേരോട് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് ആരാണ് ഇങ്ങനെ മഹാത്മാക്കളോട് പറയുന്നതിനും പ്രാർത്ഥന എന്ന് ഇവര് തന്നെ അർത്ഥം വെച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. ശ്രദ്ധിച്ചോളൂ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന്. സഹായം തേടുന്നതിന് മൗലവിമാർ പറയുന്ന ഭാഷ പ്രാർത്ഥിക്കാന്ന. നമ്മള് അള്ളാഹിനോട് പറയുന്നതിന് പ്രാർത്ഥിക്കാന്ന് പറയൂ, സൃഷ്ടികളോട് പറയുന്നതിന് സഹായം തേടുക അപേക്ഷിക്കാന്നൊക്കെ പറയാം. ഇവരെല്ലാറ്റിനും പറയാ പ്രാർത്ഥിക്കാന്ന്. ഞങ്ങൾ മഹത്തുക്കളോട് തേടുന്നതിന് പ്രാർത്ഥന എന്ന് പറയാറേ ഇല്ല എന്ന് ആ കളവും ഈ വേദിയിൽ വെച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ട്. 1/2 ഡസൻ തെളിവുകളിലൂടെ, 1/2 ഡസൻ എന്ന് പറഞ്ഞ 6 1/2 ഡസൻ തെളിവുകളിലൂടെ അന്നാ പറഞ്ഞത് പേരോട് മുസ്ലിയാർ കള്ളത്തരം പറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് സുന്നത്ത് മാസിക വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന മാസിക ഏതാ? സുന്നത്ത് മാസിക. ഏത് ഗ്രൂപ്പിന്റെ മാസികയാണ്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഗ്രൂപ്പിന്റെ മാസികയാണ്. ആ മാസികയിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള സഹായാർത്ഥനയെ തന്നെ പ്രാർത്ഥിച്ചു എന്ന് പരിചയപ്പെടുത്തുന്നത് കേൾപ്പിക്കട്ടെ. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. അതിന്റെ അർത്ഥം കൊടുത്തത് കേട്ടോളൂ. സയ്യിദന്മാരുടെ നേതാവായ നബിയേ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സാധുവായ മഖ്ദൂമിദ അങ്ങയുടെ സമീപമെത്തിയിരിക്കുന്നു. എന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണേ, അഭയം നൽകണേ, ദുഃഖിതനാക്കി മടക്കരുതേ. മങ്കൂസ് മൗലിദിലെ വരിക്ക് അർത്ഥം കൊടുത്തതാ. ഇനി കേട്ടോളൂ കേട്ടോ. അള്ളാഹിനോട് പറയുന്നതിന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥന ഉപയോഗിക്കാറുള്ളൂ. സൃഷ്ടികളോട് പറയുന്നതിന് പ്രാർത്ഥന എന്ന് ഉപയോഗിക്കുന്ന ശൈലി മൗലവിമാരുടേതാണ്. ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല എന്നാണ് പേരോടിന്റെ വാദം. കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് തേടുന്ന ഈ സഹായത്തേട്ടത്തിന് പേരോടിന്റെ ഗ്രൂപ്പുകാരിറക്കിയ മാസികയിൽ തന്നെ കൊടുത്ത വിശദീകരണം കേട്ടോളൂ. വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കഅബയുടെ സമീപത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപര്യുക്ത മൗലിദ് വരികൾ. ശ്രദ്ധിച്ചോ നിങ്ങൾ? വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം കഅബയുടെ സമീപത്തെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപര്യുക്ത മൗലിദ് വരികൾ. പ്രവാചകന്മാരെയും പൂർവീക മഹത്തുക്കളെയും പാടി പുകഴ്ത്തി അവരുടെ ചരിതങ്ങൾ അയവിറക്കി പ്രാർത്ഥിക്കാമെന്ന് പിൻഗാമികളെ പഠിപ്പിക്കുക കൂടിയാണ് മഖ്ദൂം തങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും മഹത്വങ്ങളും ശ്രേഷ്ഠതയും പ്രതിപാദിക്കുന്ന മാലമൗലിദുകൾ പാരായണം ചെയ്യലും മൗലീദ് സദസ്സുകൾ സംഘടിപ്പിക്കലും അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും. ശ്രദ്ധിച്ചോളൂ, അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും. പ്രാർത്ഥന എന്നത് മൗലവിമാരുടെ ഭാഷയാണ്, ഞങ്ങളെ ഭാഷയല്ലെന്ന് പറഞ്ഞില്ലേ? അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും ബിദ്അത്തല്ല എന്നും ഇസ്ലാമിക നിയമവ്യവസ്ഥകളിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് മൗലിദ് പാരായണമെന്നും ഇതിനാൽ വ്യക്തമായി. നിങ്ങൾ കേട്ടില്ലേ? ഇപ്പൊ എന്താ ഇയാൾ പറഞ്ഞത്? സമ്മതിക്കേണ്ടി വരികയാണ്. കൊട്ടപ്പുറം സംവാദം എന്ന പുസ്തകം വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കൊട്ടപ്പുറം സംവാദം എന്ന ഒരു പുസ്തകത്തിൽ നമുക്ക് കാണാം. കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ച് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് ധാരാളം ആയത്തുകൾ ഞാൻ ഓതിയെന്ന് അഭിമാനപൂർവ്വം
കൊട്ടപ്പുറം വാദപരിവാരത്തിൽ വെച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതായി അവർ തന്നെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പുസ്തകം വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ഒരു ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിത്യാദി മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ എന്ന് ചോദിച്ചപ്പോ പൊന്മള കൊടുത്ത മറുപടി അനുവദനീയമാണ്, അതിന് പ്രമാണങ്ങളിൽ തെളിവുണ്ടെന്നാ പറഞ്ഞത്. സുന്നി വോയിസ് എന്ന് പറയുന്ന ദ്വൈവാരിക വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. സുന്നി വോയിസിൽ തന്നെയും മുമ്പൊരിക്കൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ഒരാൾ കടലിൽ വെച്ച് പ്രയാസമുണ്ടായപ്പോ മമ്പുറത്തെ തങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഞാൻ തങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് അവിടെയും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ പ്രാർത്ഥന എന്ന് പറയാൻ ഒരു പേടിയുള്ളത് പോലെ ഇങ്ങനെ ആശയങ്ങളെ പക്വമായ രീതിയിലല്ലാതെ നിങ്ങളിപ്പോ പലരും സമീപിക്കുന്നുവല്ലേ, ഇവിടെ വെച്ച് നിങ്ങൾക്ക് പലരും മാറ്റി പറയേണ്ടി വരുന്നുവല്ലേ. മിണ്ടിയിട്ടില്ല പേരോട് പറ മറുപടി. അടുത്ത പ്രസംഗത്തിൽ ആ മാസം തികയാത്ത പ്രസംഗം ഉണ്ടല്ലോ, പറയൂ, അതിൽ കൃത്യമായി നിങ്ങൾ അത് പറയണമെന്ന് വളരെ വിനീതമായി തന്നെ ഓർക്കുകയാണ്. നിങ്ങൾ അതുമൊന്നൊന്ന് ഒഴിവായിട്ട് ഈ നുണമ്മൽ രക്ഷപ്പെടാനൊന്നും നോക്കണ്ട, മറുപടി കിട്ടിയേ പറ്റൂ. നിങ്ങളും മറുപടി പറഞ്ഞില്ലല്ലോ, തൊടാൻ ധൈര്യമില്ലല്ലോ. അടുത്ത പ്രസംഗത്തിലൊന്ന് സുന്നത്ത് മാസിക വായിക്കണേ, കൊട്ടപ്പുറം സംവാദ പുസ്തകം വായിക്കണേ, പൊന്മളയുടെ ബുക്ക് വായിക്കണേ, സുന്നി വോയിസ് വായിക്കണേ. അതിലൊക്കെ നിങ്ങളതാ അല്ലാത്തവരോടുള്ള സഹായത്തോട്ടത്തെ കുറിച്ച് പ്രാർത്ഥന എന്ന് നിങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ടില്ലേ? എന്തിന് നിങ്ങൾ കള്ളം പറയണം?